അമ്മയെ തനിച്ചാക്കി മക്കൾ വീടൊഴിഞ്ഞു. ശ്വേതാ മേനോൻ അമ്മ പ്രസിഡൻറ്റും കുക്ക് പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയും ഇന്നലെ അമ്മയിൽ നിന്ന് രാജിവെച്ചു. 17ഓളം ഭാരവാഹികൾ ഒന്നിച്ചാണ് രാജിവെച്ചത്. അമ്മ തനിച്ചായി, ഒറ്റയ്ക്കായി. ഇതിന് പാരവെച്ചത് അവിടുത്തെ പഴയ ഭരണ നേതൃത്വമാണ് എന്ന് പറയുന്നുണ്ട്. ഇവരെ വിമർശിച്ചുകൊണ്ട് സിദ്ദിഖും ബാബുരാജും പഴയ ആൾക്കാരൊക്കെ രംഗത്ത് വന്നതായിട്ടാണ് ശ്വേതാ മേനോൻ പറയുന്നത്. മലയാള സിനിമയുടെ താരസംഘടനയിൽ നേരത്തെ മലയാളത്തിലെ ഇടവേള ബാബുവും അതുപോലെ തന്നെ സിദ്ദിഖും അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ കൈവശമായിരുന്നു അമ്മ എന്ന സംഘടന. അതിൽ സംഘടനയിലെ അഴിമതിയും ആരോപണമൊക്കെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞപ്പം അത് ഭൂരിപക്ഷ അംഗങ്ങളായ നടിമാരിലേക്ക് ഭരണ നേതൃത്വം മാറണം എന്നൊരു അഭിപ്രായം വന്നു. അങ്ങനെയാണ് ശ്വേതാ മേനോനും മറ്റവരും ആ ഭരണ നേതൃത്വത്തിലേക്ക് വന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 2025 അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം അമ്മയുടെ പ്രവർത്തനത്തിൽ നിരന്തരമായ ടോർപ്പിടകൾ പല ആൾക്കാരും വെച്ചുകൊണ്ടിരുന്നു. സ്ത്രീകളാണ് ഏറ്റവും കൂടുതലെങ്കിലും അവർക്ക് ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവർക്കൊന്നാതെ എക്സ്പീരിയൻസ് ഇല്ല. ഒരു സംഘടനയെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. എങ്കിലും ആ തലപ്പത്ത് വന്ന ആ സ്ത്രീകൾ വന്നപ്പോൾ അവിടെ അഴിമതി ഉണ്ടാവില്ല, ഒരുവിധം നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അവർക്കാർക്കും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതിശക്തമായ ടോർപ്പിടകളും അതുപോലെ തന്നെ പാരകളും വന്നുകൊണ്ടേയിരുന്നു. അവരൊരു തരത്തിൽ പിടിച്ചു നിന്നു. ഇപ്പം അമ്മയിൽ നിന്ന് അവർ ഒന്നടങ്കം 17 പേര് രാജിവെച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വാർത്ത, ലക്ഷ്മിപ്രിയ അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ച് പുറത്തുപോയി. അമ്മയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ വൈകാര്യമായി ചില കുറിപ്പുകൾ ഇട്ടു. തൻ്റെ പേരിൽ താൻ നേരത്തെ മരിച്ചെങ്കിൽ തൻ്റെ പേരിൽ ഒരു ഇൻഷുറൻസും റീത്തും അനുശോചനവും ഒന്നും വേണ്ട, അതാരും ഇവിടെ കൊണ്ടുവന്ന് വെക്കണ്ട. അവർക്കിഷ്ടമുള്ള 2-3 സീനിയർ നടികളുടെ പേരും അവർ പറഞ്ഞിട്ടുണ്ട്. കാലടി ഓമനയും പൊന്നമ്മ ബാബുവും ഉഷ ആലപ്പുഴയൊക്കെ. എനിക്ക് അവരോട് വളരെ ഇഷ്ടവും സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ്. ഞാൻ എൻ്റെ ഈ രാജി അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. താൻ മരിച്ചു കഴിഞ്ഞാൽ അവർ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇവിടെ വന്ന് ഒരു അനുശോചനോ റീത്തും തനിക്ക് വേണ്ടി പറയരുത് എന്നും ഒരു വിലക്കിയിട്ടുണ്ട്. അതുതന്നെയല്ല, അമ്മയുടെ സംഘടനയിൽ അംഗത്വമായിരിക്കുന്ന ആൾക്കാർ അവശരായ പലർക്കും അവർ ധനസഹായം ചെയ്യുന്നുണ്ട്. മാസം 5000 രൂപ മിനിമം കൊടുക്കുന്നുണ്ട്. അത് കിട്ടി അവശത അനുഭവിക്കുന്ന പലരും ജീവിച്ചു പോരുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ സംഘടനയിലെ ഓരോ താരങ്ങളും ഉദിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പരസ്പരം പാരവെച്ച് അവർ മുന്നോട്ട് വരും. അവരുടെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനാണ് ഓരോരുത്തരും സിനിമയിൽ വരുന്നത്. അതേ പ്രകൃതവും അതേ ആശയവും അതേ രീതിയിലുള്ള മനസ്സും ഒക്കെയാണ് ഈ സംഘടനയിലും ഉള്ളത്. അതുകൊണ്ട് ആര് വന്നാലും ഈ സംഘടന കാര്യമായ മുന്നോട്ട് പോകില്ല. പക്ഷേ സംഘടനയിൽ ധാരാളം പണമുണ്ട്. ഉള്ളതുകൊണ്ട് അവശത അനുഭവിക്കുന്ന താരങ്ങൾക്ക് അത് കൊടുക്കുന്നത് നല്ല കാര്യം. അങ്ങനെയെങ്കിലും ഈ സംഘടന മുന്നോട്ട് പൊക്കോട്ടെ. സംഘടനയിൽ നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. മല്ലിക സുകുമാരനും ജോയി മാത്യുവും ഒക്കെ രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. സീനിയറായ ആ ആർട്ടിസ്റ്റുകളെല്ലാം രാജിവെച്ച് പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റി 9 പേരടങ്ങുന്ന രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ആര് വന്നാലും ശരി, ഇപ്പോഴും ഇവർക്ക് അതിൻ്റെ കണക്കുകൾ ഹാജരാക്കാൻ പറ്റിയില്ല ശ്വേതാ മേനോനും മറ്റും. അതിൻ്റെ കാരണം മുമ്പിരുന്ന ആ അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങൾ അവർ കണക്കുകളൊന്നും ഇവർക്ക് കൊടുത്തില്ല. ഇവരുടെ കാലഘട്ടത്തിലുള്ള കണക്കുകളൊക്കെ റെഡിയാണ്. മുൻ കാലഘട്ടത്തിലുള്ള കണക്കൂടെ ചേർത്തെങ്കിലേ ഒന്നിച്ച് കണക്ക് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അവർക്ക് ഈ സംഘടനാ കാര്യങ്ങളും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് ശ്വേതാ മേനോനും മറ്റും അറിയാത്തത് കൊണ്ടാണ് അവരുടെ പേരിലെ കണക്ക് അവതരിപ്പിക്കുക. മുൻ കണക്ക് തരുമ്പോൾ അതേപ്പറ്റി ഇതിനോട് ചേർത്ത് ഓഡിറ്റ് ചെയ്താൽ മതി.
ഇവരുടെ പേരിലുള്ള കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നതായിരുന്നു നല്ലത്. അതെന്തായാലും ഇവിടെ നടന്നില്ല. അവരെല്ലാം ഒന്നടങ്കം രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ സംഘടനയിലെ മുന്നോട്ടുള്ള ഗമനം അത്ര സുഖകരമാകില്ല. അതാര് വന്നാലും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് ഇതിനകത്ത് ഒരിക്കലും ഭാരവാഹിത്വം വഹിച്ചവരാരും ഇനി രംഗത്ത് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പുതിയ പുതിയ ഭാരവാഹികൾ വരട്ടെ. അതോടൊപ്പം തന്നെ അവിടെ ചില പ്രശ്നങ്ങൾ കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അൻസിബ ഹാസൻ എന്ന് പറഞ്ഞ അവരും ആ സംഘടനയിലെ ചില ആൾക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ട് നിൽക്കുകയാണ്. ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ചെറുതായാലും വലുതായാലും ശരി, അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാകുക. അതിനകത്ത് പലർക്കും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനകത്ത് അമ്മയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒഴിച്ച് ബാക്കി ഒരു 4-5 പേര് വെളിയിൽ നിന്നുള്ള അഡ്വക്കേറ്റുമാരെയും സാമൂഹിക പ്രവർത്തകരെയൊക്കെ അതിനകത്ത് കമ്മിറ്റി കൊണ്ടുവന്നിട്ട് അങ്ങനെ നടപടി റെക്കമെൻഡ് ചെയ്യട്ടെ. അല്ലാതെ ഇതിനകത്തുള്ളവർ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് കാര്യമായ ഒരു റിപ്പോർട്ടുണ്ടാവില്ല. വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും പലർക്കും ഒരു അതിനകത്ത് പങ്കുചേരാനും കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അങ്ങനെയാണ്. എക്സ്പെർട്ടുകളെ പലരെയും വിളിക്കും. ഒരു ഇൻറ്റേർണൽ ഒരു ഓഡിറ്റിങ്ങും ഇൻറ്റേർണലായിട്ടുള്ള ഒരു കമ്മിറ്റി, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ കൂടിയിട്ട് ഒരു തീരുമാനം എടുക്കുക. ഇത് നമുക്ക് ഒരു ലീഗലായിട്ട് എന്തെങ്കിലും ഒരാൾക്കെതിരായിട്ട് നടപടി എടുക്കണമെങ്കിൽ, പോലീസിൽ കൊടുക്കണമെങ്കിൽ ആ ജനറൽ ബോഡി ഒന്നും പാസ്സാക്കേണ്ട, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് തീരുമാനം എടുക്കാം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം എടുക്കട്ടെ. ജനറൽ ബോഡി വരുമ്പം അതൊന്നും കാര്യമായ ഒന്നും നടക്കത്തില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം ജനറൽ ബോഡി വെച്ച് റാറ്റിഫൈ ചെയ്യുക എന്ന് മാത്രമേ ചെയ്യാനൊക്കുള്ളൂ. ഏതായാലും ഇനി അമ്മയുടെ മുന്നോട്ടുള്ള പിഷാരടി ആയാലും ആരായാലും ശരി, അമ്മയുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ അവർ നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും നല്ലൊരു അഡ്വക്കറ്റിനെയും ഇതിനകത്ത് അവരുടെ സേവനം കൂടെ ഓരോരോ സന്ദർഭത്തിൽ ഇവിടെ ഓരോ മാസവും അവരുടെ സേവനങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ അവർക്ക് ഫീസ് കൊടുത്തിട്ട് അവരെ ഇതിനകത്ത് കൊള്ളാവുന്നവരെ, അല്ലാതെ രാഷ്ട്രീയ ചിന്തയുള്ളവരോ അല്ലെങ്കിൽ പാർട്ടിയുടെ ചിന്തയുള്ളവരോ സിനിമയിൽ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉള്ളതല്ല, ഇൻഡിപെൻഡൻ്റ് നല്ല അഡ്വക്കേറ്റ്, സീനിയർ അഡ്വക്കേറ്റും ഒരു സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയും ഇതിലായിട്ട് കൊണ്ടുവന്നിട്ട് അവർ കണക്കുകൾ നോക്കുകയും ലീഗലായിട്ട് ഓരോരോ പ്രതിസന്ധി വരുമ്പം അഡ്വക്കേറ്റിൻ്റെ അഡ്വൈസ് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും അവിടെ ഒരു എക്സിക്യൂട്ട് ചെയ്യാനൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും നിർവാധികം അവരുടെ രണ്ടുപേരുടെ റെക്കമെൻഡേഷനോട് കൂടി അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഇത് നിലനിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ത്രീകളും അവിടുന്ന് രാജിവെച്ച് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും അമ്മ തനിച്ചായി എന്ന് പറയേണ്ടി വരും.